രചന അലി കടുകശ്ശേരി. വായന രശ്മി ഗോപകുമാർ. ഞങ്ങൾ സുഹൃത്തുക്കളാണ്. എന്താണ് തെളിവ്? എനിക്കവനെ കാലങ്ങളായി അറിയാം. അവൻ്റെ വയസ്സറിയാം, വീട്ടുപേരറിയാം, അച്ഛൻ്റെ പേരറിയാം. അവൻ്റെ സ്വപ്നങ്ങൾ അറിയാമോ? അവൻ്റെ സങ്കടങ്ങൾ അറിയാമോ? ഇല്ല, അതൊന്നും അറിയില്ല. എങ്കിൽ നിങ്ങളുടെ ചങ്ങാതി അവനല്ല, അവൻ്റെ ആധാർ കാർഡാണ്. മൃഗശാല കാണാൻ പോയ കുട്ടികൾ കൂട്ടിൽ കിടക്കുന്ന സിംഹത്തെ കണ്ട് ഉറക്കെ പറഞ്ഞു, കാട്ടിലെ രാജാവ്. അത് കേട്ട് സിംഹം മനസ്സിൽ പറഞ്ഞു, ഒരെലിയെപ്പോലും വേട്ടയാടാനില്ലാതെ ആരോ മുറിച്ചു തരുന്ന ഇറച്ചിക്കഷ്ണവും തിന്ന് ഈ ഇരുമ്പുകൂട്ടിൽ വട്ടത്തിലും നീളത്തിലും നടന്ന് ജീവിതം തുലയ്ക്കാൻ വിധിക്കപ്പെട്ട എന്നെ കൂട്ടിലെ രാജാവെന്ന് വിളിയടാ. സ്നേഹം കിട്ടിയതിലും കൂടുതൽ കൊടുക്കണം. ധൂർത്തനെന്ന് ആളുകൾ വിളിച്ചോട്ടെ. വെറുപ്പ് കിട്ടിയതെല്ലാം പൂഴ്ത്തി വെക്കണം. സ്വാർത്ഥനെന്ന് ആളുകൾ വിളിച്ചോട്ടെ. ഒന്നും നൽകാതിരുന്നാൽ വെറുപ്പിന് തെളിവായി. പക്ഷേ എന്തെല്ലാം നൽകിയാലാണ് സ്നേഹത്തിന് തെളിവാവുക? നൽകലാണ് സ്നേഹത്തിൻ്റെ തെളിവെന്ന് പണ്ടേ പഠിച്ചതുകൊണ്ട് സ്നേഹം തെളിയിക്കാൻ നൽകിക്കൊണ്ടേയിരിക്കുന്നു. വാങ്ങുന്നവൻ്റെ സ്നേഹത്തിന് എന്താണ് തെളിവെന്ന് ചോദിക്കാതിരിക്കാം. പക്ഷേ ഒന്നും നൽകാൻ കഴിയാതെ പോയവൻ്റെ സ്നേഹത്തിന് എന്തായിരിക്കാം തെളിവ്? ഹൃദയത്തിൻ്റെ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നു. സ്നേഹവും വെറുപ്പും തമ്മിൽ മത്സരിച്ചു. വോട്ടെണ്ണിയപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ സ്നേഹം ജയിച്ചു. സംശയം തോന്നിയ വെറുപ്പ് ജീവിത കമ്മീഷന് പരാതി കൊടുത്തു. അന്വേഷണം നടത്തിയപ്പോൾ സത്യം പുറത്തു വന്നു. സ്നേഹത്തിന് കിട്ടിയത് പകുതിയിലധികവും കള്ളവോട്ടായിരുന്നു.